ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖില മൈ സ്റ്റൈൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജയൻ നീണ്ട ഒരു 5-6 മാസത്തിന് ശേഷം നാട്ടിലേക്ക് വരുവാണ് ഫ്രം നൈനിറ്റാൾ. ഹലോ, ഡാഡി വരുവാ, വാന്ന് വിളി, വാന്ന് വിളി. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡിയായിട്ട് പോകുന്നത് ഇച്ചാനെ വിളിക്കാനല്ല കേട്ടോ, കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകണം. ഇച്ചാൽ ഉച്ച സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി ഇച്ചായൻ ഇന്നലെ, അതായത് ശനിയാഴ്ച നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലേക്കാണ് വന്നത്. അവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കൊച്ചി ടു പുനലൂർ ബൈ ബസ്സിനാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ എത്തി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി. അവൻ ബൈബിൾ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അവൻ അറിയാമല്ലോ ബൈബിൾ ഏതാ പാട്ട്. അങ്ങനെ മെയിനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പാട്ടൊക്കെ പാടും. ആ ടൈമിൽ ഒരു കാറും എടുത്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നത്. ആ സമയത്ത് തന്നെ അവരെടുത്ത് കളിച്ചു. അങ്ങനെ ഞാൻ എടുത്തതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, അവിടുത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല. അതിനുശേഷം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ റെഡി ആവണം. പറഞ്ഞ പോലെ ചെയ്യാൻ ബസ്സിന് വരുന്നതുകൊണ്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നത് കൊണ്ട് നമ്മളൊരു വൈകുന്നേരം ടൈമിൽ ഒരു 5 മണി കഴിഞ്ഞിട്ട് 5-6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ദീപു വന്നിട്ടുണ്ടായിരുന്നു. ദീപു കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജോബി ചേട്ടൻ വരുന്നതുകൊണ്ട് ദീപു സ്പെഷ്യലായിട്ട് വന്നതാണ് കേട്ടോ ചേട്ടനെ കാണാനായിട്ട്. ഡാഡിയെ കാണുമ്പോൾ കമ്മെന്ന് പറയണം. ഇങ്ങനെ കമ്മെന്ന് പറയണം. അങ്ങനെ ഇതാണ് കേട്ടോ ദീപു. ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജനുവരിയിലാണ് ഞങ്ങൾ നാട്ടിൽ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ജയം വന്നിട്ട് ഒരു 5-6 മാസം ആവുന്നുണ്ട് കണ്ടിട്ട്. മാത്രമല്ല 5-6 മാസമായിട്ടുള്ള ഒരു വീഡിയോ കോളിൽ മാത്രമായിട്ടാണ് ചേനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാനും എനിക്കിതുണ്ട്. ഇവിടെ എത്തിയപ്പോഴോ ആൾക്ക് നല്ല സ്പേസ് കിട്ടി. ഫുൾ ഓട്ടമാണ്. വീട്ടിൽ മുറ്റം കുറച്ച് കുറവായതുകൊണ്ട് എപ്പോഴും അകത്താണ് കേട്ടോ വേറെ നിൽക്കുന്നത്. അതുകൊണ്ട് പുറം ലോകത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾ പിന്നെ വേറെ ലെവലും ലോകത്തൊക്കെയാണ്. ഞാനങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേൻ്റെ ബസ്സിന് വേണ്ടിയിട്ട്. ചേന ഇറങ്ങുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ തക്ക സമയത്ത് തന്നെ എനിക്കത് കിട്ടി. വന്നില്ല, അവനറിയാം. അമ്മ കാണിച്ചമ്മ, കാണിക്കമ്മ. അമ്മ കാണിച്ച, അമ്മ കാണിച്ച നോക്കട്ടെ, വീഡിയോ എടുക്കാം. ഞാൻ പോവാ, ഞാൻ പോവാ, വേണ്ട മമ്മി എടുക്കട്ടെ. ഞങ്ങൾ ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ ദീപ റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ നല്ല ബെറോട്ടയും ബീഫൊക്കെയാണ്. ഈ ചായന് ഭയങ്കര കൊതി ബെറോട്ട കഴിക്കാനായിരുന്നു. അവിടെ കിട്ടാത്ത സാധനം നാട്ടിലെ വന്നിട്ട് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാഡിക്ക് ഉപ്പ അപ്പോൾ ഇത് വന്നിട്ട് കൊച്ചിയിൽ അയച്ചാൻ ഇറങ്ങിയപ്പോൾ കെ.വി. സാറ് ഒലിവറിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഒറിജിനൽ താറാവ് ജീപ്പ് ഉണ്ടല്ലോ, നല്ല മോഡൽ അല്ലേ കൊടുത്തു. ഒലിവർ കോളാണല്ലോടെ.
ഇനി നമ്മൾ നൈറ്റ് ഒക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അമ്മ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ വന്നിട്ട് സാലഡിനൊക്കെ അരിഞ്ഞ് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തു. പിന്നെ നാരങ്ങ അച്ചാറും ബീഫ് വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പൊറോട്ടയും കൂടെ ചേർത്ത് നല്ല ഹെവി ഡിന്നറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ചായം വന്നതിൻ്റെ വിശേഷവും ടയർഡ്നെസ്സും കാരണം പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഒപ്പീനിയനാണ് തീർച്ചയായിട്ടും. ഇനിയും കുറേ വിശേഷങ്ങളും വീഡിയോസുമായിട്ടും വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലേച്ചീന മൈസേൽ.